സർവശക്തൻ താതനുമായിടുമേകദൈവത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. ദശാദശങ്ങൾ സർവവും സൃഷ്ടിച്ചവൻ സ്രഷ്ടാവിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. സർവയുഗങ്ങൾക്കും മുൻപായി പിതാവിൽ നിന്നും ജാതനെന്നാൽ സൃഷ്ടിക്കപ്പെട്ടിടത്തോ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമവൻ താതനോടൊത്തു സത്തയിലേകനുമാ മധ്യകുലത്തിൻ രക്ഷയ്ക്കായി സദയം സ്വർലോകത്തിൽ നിന്നും അവൻ താഴിറങ്ങി. കാലം പീഡകളേറ്റു ശ്രീവായി മരിച്ചു. സ്വലോകത്തിൽ ആരോഗ്യനായി സ്ഥിതി ചെയ്യൂ താതൻ തൻ വലം ഭാഗേ. നൽകും സത്യാത്മാവേകൻ ദിവ്യാത്മാവിലും വിശ്വസിക്കുന്നു ഞങ്ങൾ. പാപകടങ്ങൾ മോചിപ്പതിനായി നൽകിടുമേക മാമോദീസയും വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്തുവെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ, സബദേർ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിൽ അകപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറംകുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ ഇരുന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ.
ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ് ഇവിടെ പരിശോധിക്കുക. തിരുവചനങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടതുപോലെ ഈശോയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വിവരണമാണ് നമ്മുടെ മുൻപിൽ ഉള്ളത്. ഈശോ 3-ാം തവണ ശിഷ്യന്മാർക്ക് ദർശനം നൽകുന്നതായിട്ട് യോഹന്നാന് സാക്ഷ്യപ്പെടുത്തുന്നു. രംഗം തിബേരിയോസ് കടൽ തീരമാണ്. അവിടെ 7 ശിഷ്യന്മാർ ഒരുമിച്ച് ഇരിക്കുകയായിരുന്നു. ഇതിൽ ശിഷ്യപ്രമുഖനായ പത്രോസുണ്ട്, ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമാശ്ലീഹയുണ്ട്, സെബദീപുത്രന്മാർ യാക്കോബ്, യോഹന്നാന്, നഥാനിയേൽ, മറ്റ് 2 ശിഷ്യന്മാർ എന്നാണ് വിവരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇവർ വളരെ സന്തോഷത്തോടെ അവിടെ ഇരുന്നിരുന്നു എന്ന് കരുതാനാവില്ല. ഭാവിയെക്കുറിച്ച് വലിയ അനിശ്ചിതത്വം അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. എന്തു ചെയ്യണമെന്ന ഉറപ്പില്ല. നഷ്ടചിന്തകളാണ് അവരുടെ മനസ്സിലുള്ളത്. യേശുവിൻ്റെ കൂടെ 3 വർഷക്കാലം ജീവിച്ചു. വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളൊക്കെ കുരിശിൽ അസ്തമിച്ചതുപോലെയാണ് ഇപ്പോഴവർക്ക് തോന്നുന്നത്. യേശു ഉദ്ധാനം ചെയ്തു എന്ന സത്യം ഇതുവരെയും അവർക്ക് ബോധ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അവർക്ക് മനസ്സിൽ പ്രതീക്ഷ ഇല്ലാതിരുന്നത്. അവരുടെ മനസ്സിലെ നിരാശയുടെ നിഴല് വാക്കുകളിൽ വ്യക്തമാണ്. പത്രോസ് പറഞ്ഞു, ഇനി ഇരുന്നിട്ട് കാര്യമില്ല, ഞാൻ എൻ്റെ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോവുകയാണ്. പത്രോസ് മുക്കുവനായിരുന്നല്ലോ. മീൻ പിടിച്ചിരുന്ന ജോലിയിൽ നിന്നാണ് മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന വാഗ്ദാനം നൽകി യേശു അവരെ തൻ്റെ ശിഷ്യഗണത്തിൽ സ്വീകരിച്ചത്. അപ്പം പഠിച്ച പണി ചെയ്യുന്നതിനു വേണ്ടി യേശുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട് പത്രോസ് പോകാൻ തീരുമാനിച്ചു. പത്രോസിൻ്റെ വാക്കുകൾ കേട്ട് കൂടെയുണ്ടായിരുന്നവർ പറഞ്ഞു, ഞങ്ങളും പോരുകയാണ്. അപ്പം അവരുടെയും മനസ്സ് വലിയ പ്രതീക്ഷയിലായിരുന്നില്ല എന്നാണല്ലോ ഇതിൻ്റെ സൂചന. അവർ പോയി രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഗലീലിയ കടലിൻ്റെ ഓളവും തീരവും മുക്കും മൂലയും എല്ലാം അറിയുന്നവരാണ് അപ്പസ്തോലന്മാർ. കാരണം അവർ വംശപരമായി തന്നെ മുക്കുവരാണ്. മത്സ്യം പിടിക്കാൻ അവരെ ആരും പഠിപ്പിക്കേണ്ടതില്ല. അതവരുടെ ഒരു സ്വാഭാവികമായ പ്രവർത്തനമാണ്. ഗലീലിയ കടലിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. എന്നിട്ട് കൂടിയും അവർക്ക് ഒരു മത്സ്യം പോലും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്?
ഇത്രയും അപ്പസ്തോലന്മാർ അവർക്ക് അറിയുന്ന ഒരു ജോലി ചെയ്തിട്ട് എന്തുകൊണ്ട് ഫലമുണ്ടായില്ല? ദൈവത്തിനു വേണ്ടി വേല ചെയ്യേണ്ടിയിരുന്ന അവര് ദൈവത്തിലുള്ള വിശ്വാസം വെടിഞ്ഞ് സ്വന്തം ഉപജീവനത്തിനു വേണ്ടി മറ്റൊരു പണിയിലേക്ക് മാറിയതാണ് അവർക്കുണ്ടായ പരാജയം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അവരവരുടെ പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചുപോയി എന്നുകൂടി സൂചനയുണ്ട്. മീൻ പിടിക്കാൻ പോയി എന്ന് മാത്രമല്ല, യേശുവിൻ്റെ വിളി സ്വീകരിക്കുന്നതിന് മുൻപ് അവരാരായിരുന്നോ ആ ജീവിത രീതിയിലേക്ക് അവർ പിന്തിരിഞ്ഞുപോയി. വിശുദ്ധ പൗലോസ് പറയുന്നുണ്ടല്ലോ, പഴയ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച്. ദൈവത്തെ അറിയുന്നതിന് മുൻപ് അവർക്കുണ്ടായിരുന്നൊരു ജീവിത രീതി, അതിലേക്ക് തിരിച്ചുപോയതുകൊണ്ടുകൂടിയാണ് അവർക്ക് മത്സ്യങ്ങളെ ശേഖരിക്കാൻ കഴിയാതെ വന്നത്. ശിഷ്യര് തന്നെ ഉപേക്ഷിച്ചു പോയെങ്കിലും യേശുവിന് ശിഷ്യരെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവരെ തേടി ചെല്ലുകയാണ്. അവരുടെ അടുത്തെത്തി യേശു അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് മത്സ്യമൊന്നും കിട്ടിയില്ലേ? അവർ യേശുവിനോട് പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒരു ഫലവും ഉണ്ടായില്ല. യേശു പറഞ്ഞു, നിങ്ങൾ വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് വലയെറിയുക. ഇത്രയും സമയം അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫലമൊന്നും ഉണ്ടാവില്ല എങ്കിലും പറഞ്ഞത് അനുസരിക്കാൻ വേണ്ടി മാത്രം അവർ വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് വലയെറിഞ്ഞു. അവരെ അത്ഭുതപ്പെടുത്തി. വല കീറുവോളം മത്സ്യം നിറഞ്ഞു. തങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഉദ്ധിതനായ മിശിഹായാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായില്ല. എങ്കിലും എല്ലാവർക്കും ബോധ്യമായില്ല. അവർ വല വലിച്ചു കയറ്റി മത്സ്യങ്ങളെ പുറത്തെടുത്തു. 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ഇവിടെ 153 എന്ന എണ്ണമല്ല പ്രധാനപ്പെട്ടത്, എല്ലാ ഇനങ്ങളിലും പെട്ട വലിയ ഒരു മത്സ്യശേഖരം ഉണ്ടായി എന്നാണ് സൂചന. അത് പ്രതീകാത്മകമായിട്ട് വേണം മനസ്സിലാക്കാൻ. ശിഷ്യര് വീണ്ടും സുവിശേഷ വേലയിലേക്ക് തിരിച്ചു പ്രവേശിക്കുകയാണ്. അവര് നാനാജാതി മതസ്ഥരായ ആളുകളോട് സുവിശേഷം പ്രസംഗിക്കും. അവരൊക്കെയും സഭയുടെ ഭാഗമായിട്ട് തീരും. ആ ഒരു വൈവിധ്യത്തെ, വിശ്വാസികളുടെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് ഈ വലിയ മത്സ്യശേഖരം. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നൊരു കാര്യമുണ്ട്. ദൈവത്തെ കൂടാതെ മനുഷ്യന് ഒന്നും സാധ്യമല്ല. ദൈവത്തോടുകൂടെ മനുഷ്യന് സാധ്യമല്ലാത്ത ഒരു കാര്യവുമില്ല. ഇന്നത്തെ മനുഷ്യര് മറന്നുപോയിരിക്കുന്ന കാര്യം ഇതാണ്. അവന് ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ അനുഭവിക്കുന്നവനാണ്, സമ്പത്തിൻ്റെ സൗകര്യങ്ങളിൽ കഴിയുന്നവനാണ്, വിദ്യാഭ്യാസം നേടിയവനാണ്, ജോലിയുള്ളവനാണ്, ആരോഗ്യത്തിന് കുഴപ്പമില്ല, ആവശ്യത്തിന് സൗന്ദര്യമുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്. ഇതുകൊണ്ടൊക്കെ ജീവിക്കാം. ദൈവത്തെ ആവശ്യമില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന തലമുറയുണ്ട്. അവരെ തിരുത്താൻ വേണ്ടിയിട്ടാണ്
ഈശോയുടെ ഈ പ്രബോധനം, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും സാധ്യമല്ല, എന്നോടുകൂടെ നിങ്ങൾക്ക് എല്ലാം സാധ്യമാണ്. അപ്പം മനുഷ്യൻ്റെ കഴിവുകളൊക്കെ പരിമിതമാണ്. അവന് വലിയ വീട് ഉണ്ടാക്കാൻ കഴിയും, പക്ഷേ ആ വീട്ടിൽ ഉറങ്ങണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം അവന് കിട്ടണം. അവൻ ആശുപത്രികൾ സ്ഥാപിക്കാൻ കഴിയും, പക്ഷേ രോഗശാന്തി കിട്ടണമെങ്കിൽ അവന് ദൈവത്തിൻ്റെ സഹായം കൂടിയേ തീരൂ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിതത്തെ സുന്ദരമാക്കാൻ പരിശ്രമിക്കാം. പല ആളുകളും ചോദിക്കുന്ന പോലെ എന്തിനാ പള്ളിയിൽ പോകുന്നത്? പള്ളിയിൽ പോയില്ലേ പ്രാർത്ഥിക്കാൻ പാടില്ലേ? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് ശരിയായ ഉത്തരം വേദപുസ്തകം നൽകുന്നത് ഇവിടെയാണ്. അതായത് തനിച്ച് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാനല്ല ദൈവം ജനത്തെ വിളിച്ചത്. ജനത്തെ ഒറ്റ സമൂഹമായി എന്റെ പുത്രൻ എന്നാണ് ദൈവം വിളിച്ചിരിക്കുക. എന്റെ പുത്രൻ ഈ മലയിൽ വന്ന് എനിക്ക് ആരാധന ചെയ്യും എന്ന് പറയുമ്പോൾ വിശ്വാസമുള്ള വ്യക്തി ദൈവജനത്തോട് ചേർന്ന് ആരാധന നടത്തണം. ദൈവജനം എന്ന നിലയിൽ മൗലികമായ കാര്യം താൻ അംഗമായിരിക്കുന്ന ഇടവകയിൽ തന്റെ വികാരിയോട് ചേർന്ന് ഒരു സമൂഹം എന്ന നിലയിൽ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുക എന്നതാണ്. അതിന് വീഴ്ച വരുത്തിയാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഭംഗം വരും എന്നതിന് ഒരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇടവക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തങ്ങൾക്കായി നൽകപ്പെട്ടിരിക്കുന്ന ജവാനോടൊത്ത് ദൈവസന്നിധിയിൽ ആരാധനയും സ്തുതി അർപ്പിക്കുക എന്നതാണ്. അതിന് വീട്ടിലിരുന്നാൽ പോരാ, തനിച്ച് പ്രാർത്ഥിച്ചാലും മാത്രം പോരാ, ജനത്തോട് ചേർന്ന് ആരാധന അർപ്പിക്കാൻ നമുക്ക് കഴിയണം. ജെറൂസലേം ദേവാലയത്തില് അവര് കാഴ്ചകളും ബലികളും അർപ്പിച്ചു. അങ്ങനെ ആ കാലഘട്ടത്തില് ലക്ഷക്കണക്കിന് ആട്ടിൻകുട്ടികളെയാണ് പാപപരിഹാര ദിനത്തിൽ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു യഥാർത്ഥ പാരമ്പര്യം അവരുടെ ഉള്ളിലുണ്ട്. പാപപരിഹാര ദിനത്തില് കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്ന പാരമ്പര്യമുണ്ട്. പെസഹ ദിനത്തിൽ ആടിനെ ബലിയർപ്പിക്കുന്ന പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കർത്താവിനെ കണ്ടപ്പോൾ സ്നാപക യോഹന്നാൻ അറിയാതെ പറഞ്ഞുപോയിന ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നോക്കിക്കേ, എത്ര അർത്ഥപൂർണമായ പ്രസ്താവനയാണ് അത് എന്ന്. കർത്താവ് വന്നിരിക്കുന്നത് മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരം നൽകാൻ വേണ്ടിയിട്ട് പിതാവ് അയച്ച അഭിഷിക്തനാണ്. അഭിഷിക്തൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ദൗത്യം നിർവഹിക്കാൻ അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അഭിഷിക്തൻ എന്ന പേരിൽ നിന്നാണ് മിശിഹ എന്ന നാമധേയം. അതിന്റെ ഫോമാണ് മറ്റേ ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തോസ് എന്നൊക്കെ പറയുന്നത് നാം മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോ കർത്താവിനെ കണ്ടുകൊണ്ട് സ്നാപക യോഹന്നാൻ പറഞ്ഞത് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇപ്പൊ പുതിയ നിയമത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ ആരാധനയുടെ രൂപഭാവങ്ങൾ മാറുകയാണ്. എബ്രായക്കാർക്കുള്ള ലേഖനം ഇത് തന്നെയാണ് എപ്പോഴും എടുത്ത് വിശദീകരിക്കുന്നത്. പഴയ പ്രധാനാചാര്യന്റെ സ്ഥാനത്ത് നമുക്കൊരു പുതിയ പ്രധാനാചാര്യൻ. പക്ഷേ പഴയ പ്രധാനാചാര്യൻ തന്റെ കൂടി പാപത്തിന് പരിഹാരം നൽകുവാൻ വേണ്ടിയിട്ടാണ് ആടിനെ ബലിയർപ്പിച്ചതെങ്കിൽ ഇവിടെ പുതിയ പ്രധാനാചാര്യൻ പാപരഹിതനാണ്, കളങ്കരഹിതനാണ്, ദേവദാന്റെ പക്കൽ ഏക മധ്യസ്ഥനാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മധ്യസ്ഥന ഉണ്ട് എന്നതിൽ നമുക്ക് ആത്മധൈര്യം പ്രാപിക്കാം എന്നാണ് പൗലോസ് എബ്രായക്കാർക്ക് ലേഖനത്തിലൂടെ വിശ്വാസത്തെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട്, നമുക്ക് ഒരു പ്രധാനാചാര്യനുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ ബലി അർപ്പണം അല്ലെങ്കിൽ ബലി അർപ്പകൻ ഈശോ തന്നെയാണ്, ബലി അർപ്പിക്കപ്പെടുന്ന വസ്തുവും ഈശോ തന്നെയാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? പിതാവായ ദൈവം തന്റെ പുത്രനെ അയച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ
15 അധ്യായം 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ എടുത്ത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരിക്കൽ കൂടി പറയട്ടെ. കൊറിന്തോസാർക്ക് എഴുതിയ 1 ലേഖനത്തിന്റെ 15 അധ്യായം 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയും: കർത്താവായ ഈശോ പാപപരിഹാരാർത്ഥം എഴുതപ്പെട്ടതുപോലെ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടതുപോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും മറ്റ് 12 പേർക്കും പ്രത്യക്ഷനായി. ശ്ലീഹ തുടരുകയാണ്. അവസാനം പറയുന്നു, അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാണ്. ഇവിടെ കർത്താവായ ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ സത്യമാണ്. ഈശോയുടെ കാൽവരിയിലെ മരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്നത് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ പൗലോസ് എടുത്ത് പ്രൂവ് ചെയ്യുന്നു, തെളിയിക്കുന്നു. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം യേശയ്യായുടെ പുസ്തകം 53 അധ്യായം എടുത്ത് ഉദ്ധരിക്കും. അവിടെ എന്താ പറയുന്നത്? കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. അവനൊന്നും ഉരിയാടിയില്ല. നമ്മുടെ രോഗങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ പാപങ്ങളാണ് വഹിച്ചത്. നമ്മെ പ്രതി ഉള്ള ശിക്ഷ, അവനെ പ്രതിയുള്ള ശിക്ഷ നമുക്ക് രക്ഷയായിട്ട് ഭവിച്ചു. പാപപരിഹാര ബലിയായി അവൻ തന്നെ നൽകി. ഇത് വളരെ കൃത്യമായി കർത്താവിനെ കുറിച്ച് ഈശോ ജനിക്കുന്നതിന് 740 സംവത്സരങ്ങൾക്ക് മുമ്പ് യേശയ്യാ പ്രവാചകൻ കുറിച്ചു വെച്ചതാണ്. ഈ ഭാഗം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ശ്ലീഹ പറയുന്നത്, കുരിശിൽ തറയ്ക്കപ്പെട്ടവന് നമ്മുടെ രക്ഷകനാകുന്നു എന്ന കാര്യം. അപ്പൊ അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. ക്രൂശിതനായവൻ എങ്ങനെ രക്ഷകനാകുന്നത്? നിയമാവർത്തന പുസ്തകത്തിന്റെ 21 അധ്യായം 23 വാക്യം അനുസരിച്ച് ക്രൂശിൽ തറയ്ക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പൊ ഇങ്ങനെ ഒരു വല്ലാത്ത ഏടാകൂടത്തിൽ, ആശയ വൈരുദ്ധ്യത്തിൽ നിൽക്കുമ്പോഴാണ് പൗലോസ് ദൈവനിവേശിതനായി എടുത്ത് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പാപപരിഹാര ബലിയായി കർത്താവ് തന്നെ നൽകി. അപ്പൊ നമ്മൾ വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത് വെറും ഒരു പൂജയല്ല, വസ്തുക്കൾ കാഴ്ചവെക്കുന്ന ഒരു ഇടപാടല്ല, പൂക്കളും കായ്കളും കൊണ്ടുപോയ കാഴ്ചവെപ്പിക്കുന്നത് പോലെയല്ല. ഇത് ഈശോ മിശിഹ തന്നെ പിതാവിന്റെ സന്നിധിയിൽ സ്വയം അർപ്പിച്ച ബലിയാണ്. ഇത് വിശ്വാസികൾ വളരെ ആഴമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് കാഴ്ച വസ്തു ഈശോ മിശിഹയാണ്. ചില ആരാധന ക്രമത്തില് കാഴ്ചവെപ്പിന്റെ സമയത്ത് പൂക്കളും കായ്കളും ഒക്കെ കൊണ്ടുവരേണ്ടതില്ല, അത് ബലിക്ക് പുറത്തു മതി എന്ന് പറയാൻ ഒരു കാരണവും ഇത് തന്നെയാണ്. ഇത് മനുഷ്യൻ കൊണ്ടുവരുന്ന കാഴ്ചയല്ല, മനുഷ്യന്റെയോ പ്രപഞ്ചത്തിന്റെയോ വസ്തുവകളോ അല്ല. ഇവിടെ ബലിയർപ്പിക്കപ്പെടുന്നത് സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണ്. പാപപരിഹാരാർത്ഥം അവൻ തന്നെ നൽകി. വിശ്വാസികൾ ഇതിന്റെ ആഴമായ സത്യം ബോധ്യപ്പെടേണ്ടതാണ്. ഈശോ എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത് എന്നുള്ള അവബോധം ഒരു വ്യക്തിയിൽ ജനിക്കുമ്പോഴാണ് ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയുകയും, നീ എനിക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും എന്ന തീരുമാനം, അതാണ് ക്രിസ്തീയത എന്ന് പറയും. നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. അപ്പൊ ആ ജീവിതത്തിന് പ്രത്യേകതയുണ്ട്. ആ ജീവിതം ഈശോയെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ജീവിതമാണ്. വിശ്വാസത്തിൽ കർത്താവിനെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ജീവിതമാണ്. അപ്പൊ അതിന്റെ ആ മൗലികമായ അനുഭവമാണ് ഈ ആരാധനയിൽ വരുന്നത്. പൗലോസ് പറഞ്ഞ വാക്കിലേക്ക് വീണ്ടും നമുക്ക് തിരിയാം. എഴുതപ്പെട്ടതുപോലെയാണ് അവൻ മരിച്ചതെന്ന് പറയുമ്പോൾ പഴയ പ്രവചനങ്ങളാണ് എടുത്ത് പറയുന്നത്. ഇത് തന്നെയല്ലേ എമ്മാവൂസിലേക്കുള്ള യാത്രയില് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്? മോശ മുതൽ പ്രവാചകന്മാർ വരെ തന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവർക്ക് അവൻ വിശദീകരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. തന്നെ കുറിച്ചാണ് പഴയ നിയമം മുഴുവൻ പറയുന്നതും പ്രവാചകൻ പറയുന്നതും. അത് പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷമാണ് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവരുടെ കയ്യിൽ കൊടുത്തു. കണ്ണുകൾ ഉടനെ തുറക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവാരാധനയിലൂടെ നമ്മുടെ ആന്തരിക കണ്ണുകൾ തുറക്കപ്പെടുന്നു എന്ന സത്യം നാം മനസ്സിലാക്കണം. പക്ഷെ അതിന് ബോധപൂർവമായ, സജീവമായ, ആത്മാർത്ഥമായ ഭാഗവാദിത്വം വേണം. പുസ്തകം കയ്യിൽ പിടിച്ച് പ്രാർത്ഥനകൾ ശ്രദ്ധിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥന ചൊല്ലി ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവജനം വരണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ പ്രാർത്ഥനയുടെ അർത്ഥം ഉൾക്കൊള്ളാൻ കഴിയണം. ഈ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവാനുഭവം ഈശോയുടെ പീഡാനുഭവം, മരണത്തിന്റെ അനുഭവമാണെന്ന കാര്യം നാം ഓർക്കുമ്പോഴാണ് വീണ്ടും നാം മനസ്സിലാക്കുന്നത്
ഈ കുർബാന അനുഭവം എന്ന് പറയുന്നത് ഈശോയോടൊപ്പം മരിക്കുന്ന മാമോദിസ എല്ലാം സ്വീകരിക്കുന്നതാണ്. ഈശോയോടൊപ്പം മരിച്ചവൻ ഈശോയോടൊപ്പം ഉയർത്തെഴുന്നേൽക്കും. അതല്ലേ ദൈവാരാധന പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്ലീഹാ പറയുകയാണ്, സംസ്കരിക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, കേപ്പായ്ക്കും മറ്റ് 12 പേർക്കും പ്രത്യക്ഷനായി. അകാല പ്രജകൾ എനിക്കും പ്രത്യക്ഷനായി. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാകുന്നു. സഹോദരങ്ങളെ, ബലിയർപ്പണത്തിലൂടെ ദൈവകൃപയുടെ അനുഭവത്തിലേക്കാണ് നാം വരുന്നത് എന്ന കാര്യം മറന്നു പോകരുത്. താതനാം ദൈവമേ, പുത്രനാം ദൈവമേ, ആത്മാവാം ദൈവമേ, സ്തുതി സ്തുതി സ്തുതി. താതനാം ദൈവമേ, പുത്രനാം ദൈവമേ, ആത്മാവാം ദൈവമേ, സ്തുതി സ്തുതി സ്തുതി. മാനവനു പൂജിത നാമം, മോദമെഴുമാത്തിരുനാമം, പാരിതിനു ജീവൻ നൽകും മഹോന്നതമാത്തിരുനാമം. വാഴ്ത്തിടാം വാഴ്ത്തിടാം, സ്നേഹകീർത്തനമേകാം.